ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ തന്നെ ഇപ്പം സിവിൽ സർവീസ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിനോടുള്ള പേഴ്സ്പെക്റ്റീവ് മാറ്റിയാൽ തന്നെ, നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നാൽ തന്നെ അതിൽ കൊണ്ടുവരുന്നൊരു മാറ്റം ഉണ്ടല്ലോ. ആ ഒരു ചിന്താഗതിയിൽ കൊണ്ടുവന്ന മാറ്റം തന്നെ നമുക്ക് വലിയ രീതിയിൽ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കോമ്പീറ്റ് ചെയ്യുക, നമ്മുടെ എതിരാളികളെ നമ്മൾ അറിയുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എപ്പോഴും പറയും എതിരാളികളുടെ ശക്തി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയും. സിവിൽ സർവീസ് എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 9 ലക്ഷം പിള്ളേർ അല്ലെ 9 ലക്ഷം ആസ്പിരൻസ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു 4 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി അപ്പിയർ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ എഴുതിയിട്ടില്ല എന്ന് അർത്ഥം അല്ലെ. അപ്പൊ ഈ 4 ലക്ഷത്തിലും ഇവരെല്ലാം സീരിയസ് കാൻഡിഡേറ്റ്സ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല. എന്നാലും ഒരു 1 ലക്ഷം to 2 ലക്ഷം ആളുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആകാം. അപ്പം ഇത്രയും ആളുകളുടെ അടുത്താണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് കാര്യം നിങ്ങൾ ഓർക്കണം. സോ നമുക്ക് ഇവരുടെ ആരുടെയും പ്ലസ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് ഇവരുടെ ആരുടെയും നെഗറ്റീവ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്? സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ് വിത്ത് ദാറ്റ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 2 എൻറ്റിറ്റീസുമായിട്ടായിരിക്കണം നമ്മുടെ കോമ്പറ്റീഷൻ. അതിൽ ഒന്നെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ, അത് നമ്മൾ തന്നെയാണ്. ഓക്കെ, യു നീഡ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്. രണ്ടാമത്തെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് UPSC ആണ്. ഓക്കെ, UPSC ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ UPSCയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, UPSC എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ PYQs അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ എന്തായാലും UPSC ആണ്, രണ്ടാമത്തെ കോമ്പറ്റീറ്റർ നിങ്ങൾ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഓരോ ദിവസവും നിങ്ങൾ ബെറ്റർ ആകുക എന്നുള്ളതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. ഇപ്പോ സിവിൽ സർവീസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം പല പല സബ്ജക്റ്റുകളുണ്ട്. ഇപ്പൊ GS1, GS2, GS3, GS4 അങ്ങനെ ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ട്. നമ്മളൊരു സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവർ വീക്കാണ്, ഈ എക്സാമിനേഷന് അവർക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം അതൊരു ചെറിയൊരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ സിവിൽ സർവീസ് അങ്ങനെയല്ല, ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് സിവിൽ സർവീസിനകത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഹിസ്റ്ററിയിൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ചിലപ്പോൾ എക്കണോമിക്സിൽ സ്ട്രോങ് ആയിരിക്കും അല്ലെ. അതേപോലെ തന്നെ വേറൊരാൾ പോളിറ്റിക്സ് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഓരോരുത്തരുടെയും എക്സ്പെർട്ടീസ് പല പല ഏരിയസിലായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരാളുടെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കണ്ടുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യു നീഡ് ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് എവ്രി ഡേ. നിങ്ങൾ നിങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും, ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും നിങ്ങൾക്ക് എങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പം ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയും അല്ലെ. അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ അൺലേൺ ചെയ്യേണ്ടി വരും. ആ പഠിച്ച രീതികൾ മാറ്റേണ്ടി വരും. ആ പഠിച്ചു വെച്ച കാര്യങ്ങൾ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് മാറ്റേണ്ടി വരും. എന്നിട്ട് അത് വേറൊരു രീതിയിൽ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ സ്ട്രെസ്സിലേക്ക് നയിക്കുന്ന ഒരു എലമെന്റ് ആണത്. ആ ഒരു എലമെന്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഔട്ട്ലുക്കിലൂടെയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ മാത്രം എഴുതുന്നതാണ്, നിങ്ങളെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ ആ ഒരു എക്സാമിനേഷൻ ഹാളിൽ എന്താണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അത് മാത്രമായിരിക്കും നിങ്ങളുടെ എക്സാം പേപ്പറിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അതായിരിക്കും അൾട്ടിമേറ്റ്ലി മാർക്കായിട്ട് വരുന്നത്. സോ ഇത് നിങ്ങളുടെ തന്നെ ഒരു ഗെയിമാണ്, അല്ലെ നിങ്ങളുടെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക. അതിനിടയിൽ നിങ്ങൾ UPSCയും ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കാണുക. കാരണം UPSC ആണ് ഇവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. UPSC നിങ്ങളെ ജയിപ്പിക്കാൻ ശ്രമിക്കുകയല്ലോ ചെയ്യുന്നത്, തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു 4 ലക്ഷം പിള്ളേരിൽ നിന്ന് ഏകദേശം ഒരു 10-15,000 പേരിലേക്ക് അവർക്ക് ചുരുക്കണം ഒരു മെയിൻസിലേക്ക് വരുമ്പോഴേക്കും. അപ്പം കൂടുതലും ഉദ്ദേശം എന്തായിരിക്കും, എങ്ങനെ ഒരുപാട് ആളുകളെ ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഔട്ട് ആക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുകയും നിങ്ങൾ UPSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണും UPSCയുടെ ഒരു രീതികളും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ വല്ലാണ്ട് കുറയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ, ആസ് എൻ ആസ്പിരന്റ് അല്ലെങ്കിൽ ആസ് എ ലേണർ, യു ക്യാൻ ഇംപ്രൂവ് അല്ലോ.